നമസ്കാരം, എല്ലാവർക്കും ജിംനി എക്സ്പ്ലോററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 വീഡിയോകളിൽ നമ്മൾ കണ്ടത് മാംഗോ മെഡോസ് ആണ്. കോട്ടയം കടുതുരുത്തിക്കടുത്തുള്ള മാംഗോ മെഡോസ്. മാംഗോ മെഡോസിന് പുറത്ത് വന്നതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് വൈക്കത്തുള്ള പാലായക്കാരി അക്വാ ടൂറിസം സെന്ററിലേക്കാണ്. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എഴുമാൻതുരുത്ത് എന്ന സ്ഥലമാണ്. കടുതുരുത്തിക്ക് അടുത്തുള്ള എഴുമാൻതുരുത്ത്, അതായത് മാംഗോ മെഡോസിന്റെ പുറകുവശം ആയംകുടി എന്ന സ്ഥലത്താണ് മാംഗോ മെഡോസ്. അതിന്റെ തൊട്ടടുത്ത വാർഡാണിത് എഴുമാൻതുരുത്ത്. നമ്മൾ മാംഗോ മെഡോസിന്റെ പുറത്തുകൂടി ആ ബോട്ടിൽ യാത്ര ചെയ്തപ്പോൾ കണ്ട പാടങ്ങളാണ് ഇവിടെ കാണുന്ന റോഡുമാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണിത്. എഴുമാൻതുരുത്തിനോട് ചേർന്ന് കിടക്കുന്ന വാർഡാണ് ആയംകുടി വാർഡിലാണ് മാംഗോ മെഡോസ് ഉള്ളത്. മാംഗോ മെഡോസിന്റെ നമ്മൾ ഗാർഡനിൽ നിന്ന് പുറമേക്ക് നോക്കിയാൽ കാണുന്ന ഭാഗങ്ങളും ഇതാണ്. നമ്മൾ പാലായക്കരിക്ക് പോകുന്നതിന് മുമ്പ് ഈ കാഴ്ചകൾ കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഇവിടങ്ങളിൽ പോകുന്നവർ ഈ ഭാഗത്തൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഈ കാഴ്ചകളെല്ലാം കാണാം. നമ്മൾ പാലായിക്കര അക്വാ ടൂറിസം സെന്ററിന്റെ മുൻപിലെത്തി. വൈക്കത്താണിത്. എൻട്രൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അല്പദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. ഈ കായലിന് കുറുകെ ഉള്ള ഈ ബണ്ടിൽ കൂടി ടൈൽസ് എല്ലാം വിരിച്ച് നമുക്ക് അകത്തേക്ക് നടക്കണം. ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് ഉള്ളിലേക്ക്. എൻട്രൻസ് കഴിഞ്ഞിട്ട് നല്ല കാറ്റ് കൊണ്ട് നടക്കാനായിട്ട് വളരെ സുഖമുള്ള ഒരു നടത്തമാണ്. അങ്ങനെ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ്. നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അക്വാ ടൂറിസം സെന്റർ എത്തുന്നതിന് മുമ്പായിട്ട് 2 വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നേരെ കാണുന്ന 3 നില ഉള്ള കെട്ടിടം ഒരു വ്യൂ പോയിന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നു കൂടിയുണ്ട്. അത് കഴിഞ്ഞ് വേണം നമുക്ക് ഈ ടൂറിസം സെന്ററിലേക്ക് എത്താനായിട്ട്. നമുക്ക് അല്പദൂരം നടന്ന കാഴ്ചകളെല്ലാം കണ്ട് അക്വാ ടൂറിസം സെന്ററിലെത്താം. ഇവിടെ വഞ്ചി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കടവ് ഞങ്ങൾ കണ്ടു. വഞ്ചിയിൽ വരുന്നവർക്ക് ഇറങ്ങാനായിട്ടാണ്. വഞ്ചിയിലും ബോട്ടിലെല്ലാം വരുന്നവർക്ക് ഇറങ്ങാനായിട്ടുള്ള കടവാണ് ഇവിടെ.
ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസുകളെല്ലാം ഇവിടെ വരുന്നുണ്ട്, എറണാകുളത്തുനിന്നും മറ്റും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേമ്പനാട്ട് കായലിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട് കാണാം. ഓളം നെല്ല് കിടക്കുന്ന ഈ കായൽ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമുക്കിനി ഇവിടെ നിന്ന് അല്പദൂരം കൂടി നടക്കാനുണ്ട് ഈ ടൂറിസം സെന്ററിലേക്ക്. അങ്ങനെ നമ്മൾ ഈ മാലായിക്കര അക്വാ ടൂറിസം സെന്ററിലെത്തി. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. മീൻ വളർത്തുന്നതിന് വേണ്ടി എങ്ങനെ തിരിച്ചു നിർത്തിയിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ വലതുഭാഗത്ത് കാണുന്നത്. ഇവിടെ ചെറിയ ഒരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ നേരെ കാണുന്ന ബിൽഡിങ്ങിൽ ആദ്യം കാണുന്നതാണ് ഒരു ചെറിയ കോൺഫറൻസ് ഹാളും, അതുപോലെ ഈ ടൂറിസം ഓഫീസ്, പിന്നെ ക്യാൻറ്റീനെല്ലാം ഉള്ളത്. വലതുഭാഗത്തായിട്ടാണ് കയാക്കിങ്ങും ബോട്ട് സർവീസും എല്ലാം ഉള്ളത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. വർക്കിംഗ് ഡേയിലായിരുന്നു ഞങ്ങളിവിടെ പോയത്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തിരക്ക് കുറവ്. തന്നെയല്ല, ഞങ്ങൾ ചെന്ന സമയത്ത് ഏതാണ്ട് ഉച്ചനേരത്താണ് ഇവിടെ ചെന്നത്. ഒരു 11 മണി സമയത്തൊക്കെ ആയിരുന്നു. ഈ കെട്ടിനെല്ലാം ഉള്ളിൽ ഇവിടെ വളർത്തുന്ന മീനുകളാണ്. ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ആണ് ഇവിടെ കാണുന്നത്. ഡ്രമ്മുകളെല്ലാം അങ്ങനെ കൂട്ടിയിണക്കി അതിന്റെ മുകളിലാണ് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ പെഡൽ ബോട്ടെല്ലാം ഉണ്ട്. നമ്മൾ എൻട്രൻസ് ടിക്കറ്റ് എടുക്കുമ്പോൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ തന്നെ ചവിട്ടി കറങ്ങി വരണം. മഞ്ചിയുണ്ട്, തുഴയാനുള്ള പങ്കായം എല്ലാം അവിടെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് പെഡൽ ബോട്ട് എടുത്ത് യൂസ് ചെയ്യാനും അതുമാതിരി വെള്ളത്തിൽ അല്പം ദൂരമൊക്കെ തുഴഞ്ഞ് വരാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. ഈ ക്യാൻറ്റീനും ഓഫീസും കെട്ടിടമെല്ലാം കഴിഞ്ഞ് നമുക്ക് അല്പദൂരം കൂടി മുന്നോട്ട് പോയാലാണ് ബോട്ടിംഗ് സർവീസും അതുമാതിരി ചൂണ്ടയിടാനുള്ള സൗകര്യമെല്ലാം ഉള്ളത്.
ഏതായാലും ഇവിടെ പരിസരമെല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അവിടെ വന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവരാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. കുട്ടികൾക്കൊക്കെ ഇത് ഒരു വേറിട്ട അനുഭവമായിരിക്കും. ഇവിടെയും ഇങ്ങനെ മീൻ വളർത്തുന്നതിന് വേണ്ടി കായലിന് നടുക്കായിട്ട് ഇങ്ങനെ കെട്ടി തിരിച്ചു വെച്ചിട്ടുണ്ട്. അവിടേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഡ്രമ്മുകൾ കെട്ടിയിട്ട് അതിന് മുകളിൽ കൂടി ഇങ്ങനെ ഒരു പാലമുണ്ട്. അങ്ങനെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കൂടെ നടന്നു വന്നിട്ട് ഈ കായലിൻ്റെ നടുക്ക് നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഞങ്ങൾ അല്പനേരം ഇവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചകത്തേക്ക് നടന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗത്താണ് ബോട്ടിങ്, അതുമാതിരി ചൂണ്ടയിട, അതുമാതിരി പെഡൽ ബോട്ടും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളത്. നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് നടക്കാം. ഇവിടെ ഒരു ചെറിയൊരു റെഗുലേറ്റർ വെച്ചിട്ടുണ്ട്, വെള്ളം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ കൂടെ കയറി അതും കഴിഞ്ഞ് ചെന്നാലാണ് അല്പം ശ്രമിക്കാനുള്ള സ്ഥലങ്ങളും അതുമാതിരി മറ്റുള്ള എൻ്റർടൈൻമെൻ്റ് എല്ലാം, കുട്ടവഞ്ചിയോ പെഡൽ ബോട്ടും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം നമുക്കതൊന്ന് കാണാം. ഇവിടെ കാണുന്ന ഈ ബോട്ട്, പെഡൽ ബോട്ടും കുട്ടവഞ്ചിയും എല്ലാം നമ്മളുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡ് ആണ്. ഇവിടെ സ്റ്റാഫുണ്ട്. ഞങ്ങൾ കുട്ടവഞ്ചിയിലും പെഡൽ ബോട്ടിലും വന്ന് കയറിയില്ല. ഞങ്ങൾ ഈ സ്ഥലമെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് ഇവിടെ എല്ലാം ഷൂട്ട് ചെയ്ത് മടങ്ങുകയാണ് ചെയ്തത്. ഇവിടെ ഗ്രൂപ്പായിട്ട് ആളുകൾ വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും മറ്റും ആഴ്ചയിൽ 2 പ്രാവശ്യം ഗ്രൂപ്പായിട്ട് ഇവിടെ ആളുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അന്ന് ഒന്നും ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ അവിടെ ഒരു 50 ആൾക്ക് ബുക്കിംഗ് ഉണ്ടെന്ന് ക്യാൻറ്റീനിൽ നിന്നറിയാൻ കഴിഞ്ഞു. ഇവിടെ ഗ്രൂപ്പായിട്ട് ആളുകൾ വന്നാലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനായിട്ടും മറ്റുള്ള ഉപകരണങ്ങളെല്ലാം വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന കണ്ടു. കായലുകൾക്കിടയിലുള്ള ഒരു ബണ്ടിലാണ് ഇങ്ങനെ കെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ 3-4 എക്കോ ടൂറിസം സെൻ്ററുകളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ എല്ലാത്തിലും വളരെ ഭംഗിയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും ടൂറിസ്റ്റുകൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു എക്കോ ടൂറിസം സെൻ്റർ ഞാൻ കണ്ടത് ഇവിടെയാണ്. ഇതിനു മുമ്പത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ 4 എക്കോ ടൂറിസം സെൻ്ററും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളങ്ങനെ ആറ്റം വരെ പോയിട്ട് തിരിച്ചു നടക്കുകയാണ്. ഇവിടുത്തെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ച് കാറ്റുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം സമയം ചെലവഴിച്ച ശേഷമാണ് തിരിച്ചു കടന്നത്.
ഞങ്ങളങ്ങനെ ഈ പലയക്കര അക്വാ ടൂറിസം സെന്ററിൽ നിന്ന് തിരിച്ചു നടക്കുകയാണ്. നിങ്ങൾക്കും ഞങ്ങളുടെ കൂടെ കാഴ്ചകൊണ്ട് വീണ്ടും ഒന്ന് തിരിച്ചു നടക്കാം. അങ്ങനെ എൻട്രൻസ് എത്തിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതുവരെയുള്ള കാഴ്ചകൾ ഒന്നുകൂടി കണ്ട് നമുക്ക് തിരിച്ചു നടക്കാം. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമന്റ് തീർച്ചയായും രേഖപ്പെടുത്തുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.